ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ബാധിക്കുന്ന ഘടകങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 8 പോയിന്റുകളാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ഡിസിഷൻസ്. എന്താണ് പാസ്റ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ മുൻപും ഇതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മളെടുത്ത തീരുമാനം എന്താണോ അതൊരു പോസിറ്റീവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ അതേ ഒരു തീരുമാനമായിരിക്കും അവിടെ എടുക്കാനുള്ള ചാൻസ് കൂടുതൽ. അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുകൂലമാവാം, പക്ഷേ ഫിനാൻഷ്യലി വരുന്ന ഡിസിഷൻ മേക്കിങ്ങിൽ അത്രത്തോളം നമ്മൾ പാസ്റ്റ് ഡിസിഷൻസ് ബേസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാസ്റ്റ് ഡിസിഷൻ ഒരു റീസൺ ആണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ്. ചില കേസസിൽ നമുക്കത് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ചില ഡിസിഷൻസ് കൊണ്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് അവിടെ കിട്ടിയത് കൊണ്ടായിരിക്കാം നമ്മൾ അതേ കാര്യം തന്നെ വീണ്ടും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. when something positive results from an earlier decision, മുന്നേ നമ്മളെടുത്ത തീരുമാനം കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ആ ഒരു സിമിലർ സിറ്റുവേഷൻ വരുമ്പം സെയിം ഡിസിഷൻ ആയിരിക്കും അവിടെ എടുക്കാൻ റെഡി ആയിരിക്കുക. പക്ഷേ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആവുമ്പം ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ ഡു നോട്ട് മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നമ്മളൊരു ഫേമിൻ്റെ കേസാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേമിൻ്റെ കേസിൽ ഫിനാൻഷ്യലി വരുന്ന ഡിസിഷൻസിനാണ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസ്. കാരണം പുതിയൊരു പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റിൽ എന്തായിരുന്നു എന്ന് കൂടുതൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. റാദർ ബൈ എക്സാമിനിങ് ചോയ്സസ് വിത്തൗട്ട് കൺസിഡറിങ് പാസ്റ്റ് എക്സ്പീരിയൻസസ്. നമ്മൾ കുറേ ചോയ്സസ് എക്സാമിൻ ചെയ്യാം, അത് വേണമെങ്കിൽ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അതിൻ്റെ ബേസിലായിരിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊക്കെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ എടുക്കുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പാസ്റ്റ് ഡിസിഷനാണ്. രണ്ടാമത്തത് വരുന്നത് കോഗ്നിറ്റീവ് ബയസസ് ആണ്. കോഗ്നിറ്റീവ് ബയസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു ഘടകമാണെന്ന് പറഞ്ഞു, ഒപ്പം തന്നെ ചില കാര്യങ്ങൾ കോഗ്നിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ. കോഗ്നിറ്റീവ് ബയസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തിങ്കിങ് പാറ്റേൺ, ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ വരുന്ന ഡിഫറൻസുകൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്? ഒരാൾ ചിന്തിക്കുന്നത് ചിലപ്പം ചില ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അയാൾ നിരീക്ഷിച്ച ചില കാര്യങ്ങളുടെ ബേസിലായിരിക്കും അയാളുടെ ചിന്താഗതികൾ ഉണ്ടാവുന്നത്. ആൻഡ് ജനറലൈസേഷൻ, ആ കിട്ടിയ കാര്യത്തിനെ എങ്ങനെയാണ് അത് എല്ലാറ്റിലേക്കും എത്തിക്കുന്നത്, ജനറലൈസ് ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്. ദാറ്റ് മേ ലീഡ് ടു മെമ്മറി എറേഴ്സ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ഓർമ്മ പിശകൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സുകൾ, അതായത് തെറ്റായ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ്സുകൾ, ഫോൾട്ടി ലോജിക്ക്, നമുക്ക് തെറ്റ് പറ്റാവുന്ന തരത്തിലുള്ള ചില ചിന്തകൾ. കോഗ്നിറ്റീവ് ബയസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് പാറ്റേൺസ് ഓഫ് ഡീവിയേഷൻ ഫ്രം നോം. എന്താണോ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തത്, ആ ഫിക്സ് ചെയ്തതിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടാവുക, അതിന്ന് വ്യതിചലിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് പാറ്റേൺ ആണ് കോഗ്നിറ്റീവ് ബയസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റാഷണാലിറ്റി ഇൻ ജഡ്ജ്മെൻറ്റ്. റാഷണാലിറ്റി എന്ന് പറയുമ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വിധിക്കുന്നതിന് മുന്നേ അതിൽ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഓഫൺ ലീഡിങ് ടു പെർസെപ്ച്വൽ ഡിസ്റ്റോർഷൻ. പെർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോരുത്തരും ഓരോ സിറ്റുവേഷനെ നോക്കി കാണുന്നത് അത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഓർ വാട്ട് ഈസ് ബ്രോഡ്ലി കോൾഡ് ഇറാഷണാലിറ്റി, ഇങ്ങനെയൊക്കെ വരുമ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പാസ്റ്റ് ഡിസിഷനാണ്, രണ്ടാമത്തെ കോഗ്നിറ്റീവ് ബയസസ് ആണ്, മൂന്നാമത്തത് ഇമോഷൻസ് ആണ്. നമ്മുടെ ചില വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് ചില ഡിസിഷൻ മേക്കിങ്ങിൽ എന്നുള്ളതാണ് പറയുന്നത്. ഇമോഷൻസിന് നല്ല ഒരു രീതിയിൽ ഒരു പങ്ക് ഇതിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മൾ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കുമ്പം അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് എടുക്കുന്ന പല ഡിസിഷനും ഒരു തരത്തിലും
ആലോചന ഇല്ലാതെ നമ്മൾ എടുക്കുന്നതായിരിക്കാം. അതേസമയം വളരെ കൂൾ ആൻഡ് കാമായിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതോ പലപ്പോഴും റാഷണലി നമുക്ക് അവിടെ തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നു. അപ്പോൾ ഇമോഷന് ഇതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദേ ക്യാൻ ഐദർ എൻഹാൻസ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു നല്ല ഇമോഷൻ കൊണ്ട് നല്ല രീതിയിൽ അത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റിനെ നശിപ്പിക്കാനും അതിന് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹൈ ഡിഗ്രി ഓഫ് ഇമോഷൻസ് ലൈക്ക് ഫിയർ ഓർ എക്സൈറ്റ്മെൻറ്റ്, നല്ല രീതിയിൽ നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത് എടുക്കുന്ന പല ഡിസിഷനും വളരെ ഇമ്പൾസീവ് ആയിരിക്കും. കാരണം പെട്ടെന്ന് നമ്മളൊരു ആലോചനകളില്ലാതെ എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും. അതേസമയം കാമർ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ്സ് മേ ലീഡ് ടു മോർ റാഷണൽ ചോയ്സസ്. മൈൻഡ് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് ഡിസിഷനാണ്, രണ്ടാമത്തത് കോഗ്നേറ്റീവ് ആയിട്ടുള്ള ബയസസ് ആണ്, മൂന്നാമത്തത് ഇമോഷൻസ് ആണ്, നാലാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ്. തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരവും നമ്മുടെ സാമൂഹ്യപരവുമായിട്ടുള്ള ഘടകങ്ങൾ ഡിസിഷനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഡിസിഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് ആർ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ആരാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വ്യക്തിക്ക് അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടാവും, അവരുടേതായ ഒരു സാമൂഹിക പരിതസ്ഥിതി ഉണ്ടായിരിക്കും. അതിനൊന്നും ഹാംഫുൾ ആവുന്ന തരത്തിൽ അയാൾക്ക് ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ സാധ്യമല്ല. അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ മൂല്യങ്ങൾ, സൊസൈറ്റി കൊടുക്കുന്ന ചില നോംസ്, സാമൂഹിക വ്യവസ്ഥകൾ, അതെല്ലാം എന്താണോ അവനവൻ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാവും. അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമുക്ക് പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ സാധ്യമാവുള്ളൂ. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഇൻഫർമേഷൻ അവൈലബിലിറ്റി. നമുക്ക് ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ആ തീരുമാനമെടുക്കാൻ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് വേണോ, അതിൽ എത്രത്തോളം ക്വാളിറ്റി വേണോ, അതിന് എത്രയാണ് എമൗണ്ട്, എത്ര ഇൻഫർമേഷൻ കിട്ടിയാലാണ് അത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നമുക്ക് സാധിക്കുക, അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ എങ്ങനെ വേണം, അതൊക്കെ തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടത്ര അളവിൽ ഇൻഫർമേഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വളരെ തെറ്റായിരിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ സാധ്യമല്ല. വൈൽ വെൽ ഇൻഫോംഡ് ഡിസിഷൻസ് ആർ ഓഫൺ മോർ സൗണ്ട്. എപ്പോഴും നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇൻഫർമേഷൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് റിസ്ക് ടോളറൻസ്. റിസ്ക് ടോളറൻസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിസ്ക്കുമായിട്ട് ഒത്തുപോകാൻ പറ്റും, അത് വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. കാരണം പല ആളുകളും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ആ റിസ്ക് എന്ന് പറയുന്ന ഫാക്ടറിനെ പല തരത്തിലാണ് ചിന്തിക്കുന്നത്. കാരണം സം ഇൻഡിവിജ്വൽസ് മേ ലീൻ ടുവേർഡ്സ് കോഷ്യസ്. ചില ആളുകൾ ഇപ്പോഴും വളരെ ശ്രദ്ധാപൂർവം മാത്രമേ കാര്യങ്ങൾ നീക്കുന്നുള്ളൂ. കാരണം അവർക്ക് റിസ്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവാം. അവരതിൽ നിന്ന് മുഖം തിരിഞ്ഞ് പോകുന്ന ആളുകളായിരിക്കാം. ചിലവരൊക്കെ എന്താ ചെയ്യുക, ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ടെങ്കിലും അതിൽ ഏറ്റവും റിസ്ക് കുറവുള്ള ഒന്ന്, റിസ്കിനെ ഒഴിവാക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ പരമാവധി കുറയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറവ് റിസ്ക് ഉള്ള ചോയ്സ് ആയിരിക്കും സെലക്ട് ചെയ്യാം. എന്നാൽ അതേസമയം മറ്റു ചിലരാവട്ടെ റിസ്ക് വരുന്നതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അതിനെ സധൈര്യം മുന്നോട്ട് പോവാൻ താല്പര്യം കാണിക്കുന്ന ആളുകളാവാം. അപ്പോൾ റിസ്കിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്ത് പോകുന്നു എന്നൊരു മനോഭാവം, അതും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത് ടൈം കൺസ്ട്രെയിൻസ്. ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് എത്ര സമയം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഇൻ സിറ്റുവേഷൻസ് വേർ ടൈം ഈസ് ലിമിറ്റഡ് ഇൻഡിവിജ്വൽസ് മേ റിസോർട്ട് ടു ഹ്യൂറിസ്റ്റിക്സ് ഓർ ക്വിക്ക് ഇൻറ്റ്യൂട്ടീവ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. ടൈം കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ സമയം വളരെ കുറവായിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരിക. അങ്ങനെ വരുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ
അപ്പം എന്താണോ തോന്നുന്നത്, ഇൻറ്റ്യൂട്ടീവ് എന്ന് പറയുന്ന ഇൻറ്റ്യൂഷൻ. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകൾ, ആ ഇൻറ്റ്യൂഷൻ, അതുപോലെ പെട്ടെന്നുള്ളത് ഉള്ളൊരു ജഡ്ജ്മെൻ്റ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സമയം അത്യാവശ്യം കിട്ടുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാനും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അതിനൊന്ന് വിശകലനം ചെയ്യാനും ഒക്കെ ഒരു അവിടെ സമയം അവൈലബിൾ ആവുന്നു. അപ്പോൾ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. 8ാമത്തെ പോയിന്റിൽ പറയുന്നത് ഡെസിഷൻ മേക്കിംഗ് മോഡൽസ് ആണ്. ഡെസിഷൻ മേക്കിംഗ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ മോഡലുണ്ട്, ബൗണ്ടഡ് റാഷണാലിറ്റി മോഡലുണ്ട്, ഇൻറ്റ്യൂട്ടീവ് ആൻഡ് ഡെസിഷൻ മേക്കിംഗ് മോഡലുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലേത് മോഡലാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആവശ്യമെങ്കിൽ ആ മോഡലിനെ ബേസ് ചെയ്തുകൊണ്ടും നമുക്ക് ഡെസിഷൻ എടുക്കാവുന്നതാണ്. സോ ഇത്രയും 8 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡെസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അത് പാസ്റ്റ് ഡെസിഷൻ ആവാം, കോഗ്നിറ്റീവ് ബയസസ് ഉണ്ടാവാം, ഇമോഷൻസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ്, ഇൻഫർമേഷൻ്റെ അവൈലബിലിറ്റി, റിസ്ക് ടോളറൻസ്, ടൈം കൺസ്ട്രെയിൻസ്, ഡെസിഷൻ മേക്കിംഗ് മോഡൽസ്. ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെസിഷൻ മേക്കിംഗ്, അല്ലെ, ഡെസിഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയായിരുന്നു പ്രോഗ്രാംഡ് ഓർ സ്ട്രക്ചേർഡ് ഡെസിഷൻസ് എന്നാണ് പറഞ്ഞത്. പ്രോഗ്രാംഡ് ഓർ സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി അവിടെ വെൽ ഡിഫൈൻ ആയിട്ട് ഒരു കാര്യം വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള തരത്തിലുള്ള ഡെസിഷൻസ് ആണെങ്കിൽ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. അതെപ്പോഴും ഡേ ടു ഡേ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫ്രീക്വൻ്റ്ലി ഒക്കർ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണെന്നൊക്കെയാണ് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഡെസിഷന് വരുന്ന പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു 2 or 3 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വാട്ട് ഈസ് സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ അപ്രോച്ച് ടു മേക്കിംഗ് ഡെസിഷൻസ് ബേസ്ഡ് ഓൺ ക്ലിയർ ഡെഫിനീഷൻ ഓഫ് ദ പ്രോബ്ലം. എന്താണോ നമ്മുടെ പ്രശ്നം എന്നുള്ളത് അവിടെ വളരെ ക്ലാരിറ്റിയോടുകൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോജിക്കലായിട്ടുള്ള സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, അതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, നമ്മളത് ആ ഡിസിഷനിലേക്ക് പോകുമ്പം നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് പ്രോഗ്രാംഡ് ഓർ സ്ട്രക്ചേർഡ് എന്ന് പറയാനുള്ള കാരണം പറയുന്നത്. സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഓരോ മാനേജേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കോമൺ ബയസസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പൊതുവായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാൻ പറ്റുക, തെറ്റുകളെ ഒഴിവാക്കാൻ പറ്റുക. ആൻഡ് ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ജഡ്ജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സച്ച് ആസ് ആങ്കറിങ്, കൺഫർമേഷൻ ബയാസ്, ഓവർ കോൺഫിഡൻസ് ആൻഡ് ഫ്രെയിമിങ്, ഇതൊക്കെ അതിന് വരുന്ന ഡ്രോബാക്കുകളായിട്ട് നമുക്ക് പറയാം. കാരണം നമ്മൾ എടുക്കുന്ന ചില ജഡ്ജ്മെൻറ്റുകൾ നമ്മൾ ആങ്കർ ചെയ്യുക, പറഞ്ഞിങ്ങനെ ചെയ്യുന്നൊരവസ്ഥ, കൺഫർമേഷൻ, ചില കാര്യങ്ങൾ നമുക്ക് സ്ഥിരീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് സാധിക്കുമെന്നുള്ള അമിതമായിട്ടുള്ളൊരു വിശ്വാസങ്ങൾ, അതൊക്കെ അതിനെ ബേസ് ചെയ്ത് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ഇവിടെ സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് വരുന്ന ചില ബുദ്ധിമുട്ടുകളും കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ് ഓൾസോ ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് and justify their decisions to others and to document and learn from outcomes. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മേക്കിംഗ് പ്രോസസ്സ് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ അത് നീതിയുക്തമാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ടു ഡോക്യുമെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല, എല്ലാം ഒരു രേഖാമൂലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡോക്യുമെൻറ്റ് ആൻഡ് ലേൺ ഫ്രം ഔട്ട്കംസ്. കൂടാതെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ, ഓരോ തീരുമാനം എടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന റിസൾട്ടിൽ നിന്ന് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും വളരെ പ്രാധാന്യമുള്ള ഒരു ടൈപ്പായിട്ടുള്ള സ്ട്രക്ചേർഡ് ഡെസിഷൻ മേക്കിങ്ങിന് എന്താണ് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ റോള് അല്ലെങ്കിൽ ഒരു പ്രാധാന്യം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 8 പോയിന്റുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്
എപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. അത് വളരെ വ്യക്തമായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിൾ ഓപ്ഷൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻസിനെ പൂർണ്ണമായും മനസ്സിലാക്കാനും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, നമ്മളത് ചെയ്യുമ്പം ഉള്ള ഭവിഷ്യത്തുകൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. റെഡ്യൂസിങ് കൺഫ്യൂഷൻ, നമുക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ പോകുന്നതാവുക അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കുന്നത്. എനേബിളിംഗ് ഡിസിസീവ് ആക്ഷൻസ്, അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഡിസൈഡ് ചെയ്തുകൊണ്ട് ആക്ഷൻസ് ചെയ്യാൻ സാധിക്കുക. ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ബൈ ഫോളോയിങ് ദ സെയിം സ്റ്റെപ്സ് ആൻഡ് ക്രൈറ്റീരിയ, ദസ് റെഡ്യൂസിങ് എറേഴ്സ് ആൻഡ് ബയസസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ ക്ലാരിറ്റിയോട് കൂടിയും കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടും ചെയ്യുകയാണെങ്കിൽ വരുന്ന തെറ്റുകളെ ഒഴിവാക്കാനും തെറ്റിദ്ധാരണകളെ ഒഴിവാക്കാനും സ്റ്റെപ്സ് ഫോളോ ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ നല്ലൊരു സ്ട്രക്ചേർഡ് ഡെസിഷൻ എടുക്കുമ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റി കിട്ടുന്നു, കൺസിസ്റ്റൻസി കിട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് എഫിഷ്യൻസി. ഡെസിഷൻസ് എപ്പോഴും നമ്മൾ പറഞ്ഞു നമുക്ക് ടൈം അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എടുക്കാം എന്നുള്ളത്. അപ്പോൾ മോർ ക്വിക്ക്ലി ത്രൂ എ ക്ലിയർ പ്രോസസ്സ്, വളരെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് മുന്നോട്ട് നടത്താൻ സാധിക്കുന്നു. ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻസ് ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾക്ക് എന്താണോ ആവശ്യം അത് ആദ്യം ഒബ്ജക്റ്റീവ് കൊടുക്കുന്നു, അതിനുശേഷം ഓൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുന്നു. റിസൾട്ടിങ് ഇൻ ക്വിക്കർ, അത് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുന്നു. മോർ എഫിഷ്യൻറ്റ് ഡെസിഷൻ മേക്കിംഗ്, നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് കാര്യക്ഷമതയോട് കൂടിയിട്ട് ഡെസിഷൻ എടുക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് അക്കൗണ്ടബിലിറ്റിയാണ്. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നല്ല രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓരോ വ്യക്തികൾക്ക് കൊടുക്കുന്ന റൈറ്റ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവരാരോടാണ് ഉത്തരം പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ, ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഓണർഷിപ്പ്, നല്ല രീതിയിൽ ആ ഒരു ഓണർഷിപ്പിനെ ലീഡ് ചെയ്യാനും ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, നല്ലൊരു അർപ്പണ ബോധത്തോടു കൂടിയിട്ട് നമ്മൾ ഏറ്റെടുത്തൊരു കാര്യം ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ക്ലിയർലി ഡിഫൈൻഡ്, എൻഹാൻസിങ് ട്രാൻസ്പെറൻസി. നല്ലൊരു സ്ട്രക്ചേർഡ് ഡെസിഷൻ ആണെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും ഓരോ വ്യക്തികൾക്കുള്ള റോളും റെസ്പോൺസിബിലിറ്റിയും വ്യക്തതയോട് കൂടിയിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുവഴി അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട്, എന്താ ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് വിസിബിൾ ആണ്, അവർക്കത് നോക്കി കാണാൻ സാധിക്കുന്നു. അല്ലാണ്ട് അവരെ മറച്ചു പിടിച്ച് ചെയ്യുന്ന കാര്യമോ ചെയ്യേണ്ട കാര്യമോ അല്ല, അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് ക്വാളിറ്റി ഓഫ് ഡെസിഷൻസ്. ക്വാളിറ്റി ഓഫ് ഡെസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത്തരത്തിൽ നമ്മളൊരു ഡെസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, തെറോ അനാലിസിസ്. തെറോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമല്ല, ഓരോന്നിനെയും നമ്മൾ നാരഴ കീറി വിശദമായി പരിശോധിച്ച് അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഡെസിഷൻ അത്രത്തോളം നല്ലതാവും, അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഡെസിഷൻ ആയിരിക്കും അത്. ഇൻക്രീസിങ് ദ ലൈക്ലിഹുഡ് ഓഫ് സക്സസ്, അതുവഴി നമ്മുടെ സക്സസ് ഇൻക്രീസ് ആവാൻ സാധിക്കുന്നു, നമുക്ക് തുടർച്ചയായിട്ടുള്ള വിജയത്തിലേക്ക് പോവാൻ നമുക്ക് സാധ്യമാവുന്നു ഇത്തരത്തിലുള്ള ഡെസിഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഓപ്ഷൻ എടുക്കുമ്പോഴും അതിലെന്തുണ്ടായിരിക്കും, അതിൽ റിസ്ക് എന്ന ഫാക്ടർ ഉണ്ടായിരിക്കും. പക്ഷേ ആ ഓപ്ഷൻ അനുസരിച്ചുകൊണ്ട് ആ റിസ്കിൻ്റെ വലിപ്പവും ചെറുപ്പവും, അല്ലെങ്കിൽ അത് കുറവാണോ കൂടുതലാണോ എന്നായിരിക്കും തീരുമാനിക്കപ്പെടേണ്ടത്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ കൃത്യമായിട്ട് പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് റിവാർഡ്സ്, നമ്മളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവാം, അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവാം എന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഹെൽപ്പിംഗ് മേക്ക് ഇൻഫോംഡ് ചോയ്സസ് ദാറ്റ് മിനിമൈസ് നെഗറ്റീവ് ഔട്ട്കംസ് ആൻഡ് മാക്സിമൈസ് ബെനിഫിറ്റ്. നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സ് സെലക്ട് ചെയ്തുകൊണ്ട് അതുവഴി നമുക്ക് നെഗറ്റീവായിട്ടുണ്ടാവുന്ന ഒരു ഔട്ട്കമ്മിനെ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനം തെറ്റായി പോവുക, അപ്പോൾ ആ ഒരു അവസ്ഥേനെ ഇല്ലാതെയാക്കാനും പകരം നമുക്ക് ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടാനും മാക്സിമൈസ് ബെനിഫിറ്റ്സ്, അപ്പോൾ അതാണ് വേറൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ആറാമത്തെ പോയിന്റിൽ പറയുന്നത്
അഡാപ്റ്റബിലിറ്റി ആണ്. അഡാപ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ പ്രോസസ്സ് എപ്പോഴും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. കാരണം നമ്മുടെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മളൊരു ഫേമിൻ്റെ കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിന് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു തീരുമാനങ്ങളെ. ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിനനുസരിച്ചാണ്. അപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും എന്താണ്, സഡൻലി ചേഞ്ചിങ് ആണ്. പെട്ടെന്ന് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യമാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുറച്ച് കൂടിയിട്ട് അതിനെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ്റെ ഒപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം പഴയ കാര്യങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കതിൽ വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുമ്പം ആ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കൂടി സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. 7ാമത്തെ പോയിന്റിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഓരോ തീരുമാനങ്ങളും എന്താണ്, നിലവിലുള്ള തീരുമാനത്തിന് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം. ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എപ്പോഴും എന്താണ് ഒരു കൾച്ചർ അവിടെ കാണുക, കൾച്ചർ ഓഫ് ലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്നു, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് തെറ്റുകളും ശരികളും ഉണ്ടാവാം. ആ തെറ്റുകളെ നമ്മൾ അറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോയി വീണ്ടും കുറച്ചും കൂടി മെച്ചപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കണം അടുത്ത ഡിസിഷൻ വരേണ്ടത്. ഡെസിഷൻ മേക്കേഴ്സ് ക്യാൻ ഡ്രോ ഇൻസൈറ്റ്സ് ഫ്രം പാസ്റ്റ് ചോയ്സസ്. ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ മുൻകാല അനുഭവങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന ചില വെളിച്ചം, ഇൻസൈറ്റുകൾ ഉണ്ടാവാം. ആൻഡ് ഫീഡ്ബാക്ക് ടു റിഫൈൻ ദെയർ അപ്രോച്ച്. അതുവഴിയായിരിക്കും അവരുടെ ആ ഒരു സമീപന രീതിയെ അവർ റിഫൈൻ ചെയ്തെടുക്കുന്നുണ്ടാവുക. ലീഡിങ് ടു ബെറ്റർ ഡെസിഷൻ ഔട്ട്കംസ് ഓവർ ടൈം. അങ്ങനെ വരുമ്പോൾ അവർക്ക് വരും സമയങ്ങളിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഡെസിഷൻ എടുക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അവർക്ക് സാധിക്കുന്നു. 8ാമത്തെ പോയിന്റിൽ സ്ട്രാറ്റജിക് അലൈൻമെൻറ്റ്. ഡെസിഷൻ സപ്പോർട്ട് ദ ഓവറോൾ സ്ട്രാറ്റജിക് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. എന്ത് ഡെസിഷൻ നമ്മൾ എടുക്കുമ്പോഴും തീർച്ചയായിട്ടും ആ എടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളെയും എല്ലാം ഒരേപോലെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു ഡെസിഷനെ എടുക്കാവുള്ളൂ. അല്ലാണ്ട് ഓർഗനൈസേഷൻ്റെ ഗോൾ ഒരു വഴിക്ക്, നമ്മുടേതായ ഗോൾ വേറെ വഴിക്ക്, നമ്മൾ എടുക്കുന്ന തീരുമാനം വേറൊരു വഴിക്ക്, അങ്ങനെ പോകാൻ പാടില്ല. കാരണം ഇതെല്ലാം കൂടിയിട്ട് സിങ്ക്രണൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം ഹാർമണൈസ് ചെയ്ത് കൊണ്ടുപോവുക, ഏകീകരിച്ച് കൊണ്ടുപോവുക. ഓർഗനൈസേഷൻ്റെ ഡെവലപ്പ് പറയുമ്പം തീർച്ചയായിട്ടും വ്യക്തിത്വങ്ങളും കൂടി അവിടെ വികസനം ഉണ്ടാവണം. അപ്പോൾ വ്യക്തികൾക്കും വികസനം വേണം, സ്ഥാപനത്തിനും വേണം. അത്തരത്തിൽ അവരുടെ ഗോളുകൾ എന്താണോ ആ ഗോളിന് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളെ എപ്പോഴും നമ്മൾ എടുക്കാവുള്ളൂ. ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു 8 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ഡെസിഷൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളൊരു 8 പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ബുക്ക് എല്ലാവരുടെയും ഇപ്പോഴും അവൈലബിൾ അല്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ പുതിയ ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്